പ്രസവം നിർത്തിയിട്ടുള്ള ഒരാള്, മേ ബി ട്യൂബെക്ടമി ചെയ്തിട്ടുള്ള ഒരാള് ലേറ്റർ ഓൺ ഒരു സെക്കൻഡ് മാരേജിന് മുതിരുന്ന സമയത്ത് അവർക്കൊരു ബേബി വേണോന്നുള്ളപ്പം അത് വീണ്ടും റീക്യാൻ ചെയ്യുന്ന പോസിബിൾ ആണോ? തീർച്ചയായിട്ടും റീകാനലൈസേഷൻ ഇപ്പോൾ വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് ഇപ്പം ഒരിടയ്ക്ക് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒരുപാട് ചെയ്തിരുന്നു. ഒരു 10 ഇയേഴ്സ് ബാക്ക് ഒക്കെ വളരെ കോമൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും ആ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ ഡെസിഷൻ. ദേ വുഡ് ലൈക്ക് ടു ടേക്ക് എ സെക്കൻഡ് ചാൻസ്. ഒരു മേ ബി പുതിയ റിലേഷനിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും അവർ സിബ്ലിങ്സിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. ഒരു കുഞ്ഞിന് അസുഖം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളും മറ്റും വരുമ്പോൾ പലരും ഈ ഡെസിഷൻ റീതിങ്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരു പെർമനന്റ് മെത്തേഡിനെക്കാട്ടി ഇപ്പം പലരും ഓപ്റ്റ് ചെയ്യുന്നത് ഒരു നോൺ പെർമനന്റ് മെത്തേഡാണ് ഒരു ലോങ് റണ്ണിങ് കോൺട്രസെപ്റ്റീവ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഓൾറെഡി സ്റ്റെറിലൈസേഷൻ ചെയ്തവർക്ക് തീർച്ചയായിട്ടും ട്യൂബൽ റീകാനലൈസേഷൻ ട്രൈ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ അതിന് കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഓവുലേഷനൊക്കെ നന്നായിട്ട് പോകുന്നു. ഒരു ഏജ് ലിമിറ്റ് ഇപ്പോൾ ഒരു 40+ ഒക്കെ കഴിഞ്ഞവർക്കൊന്നും നമ്മൾ ഒരിക്കലും ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല, അൺലെസ് പേഷ്യൻറ്റിൻ്റെ ഡിമാൻഡ് ആണെങ്കിൽ മാത്രം. കാരണം 40 കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓവുലേഷനൊക്കെ നോർമലി വളരെ എന്താ പറയുക നല്ല ഗുഡ് ക്വാളിറ്റി ഓസൈറ്റ്സ് ഒക്കെ വളരെ പുവർ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ട്യൂബിൽ വെറുതെ ഒരു അൺനെസസറി പ്രൊസീജിയർ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. പക്ഷെ നല്ല ഗുഡ് ഓവുലേഷൻ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ സെമൻ കൗണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ട്യൂബൽ റീകാനലൈസേഷൻ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ വി ഹാവ് ടു റിമെമ്പർ, നമുക്ക് ട്യൂബ്സിനെ സ്കാനിൽ കൂടെയോ അങ്ങനെയൊന്നും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്റേ HSG എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ ഒരു എന്താ പറയുക ഒരു ഹാഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഈ പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ എത്രത്തോളം റെമനന്റ് ട്യൂബ്സ് ഉണ്ട്, ബാക്കിയിരിക്കുന്ന ട്യൂബ് എത്രത്തോളം ഉണ്ട്, നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അതിരിക്കുന്നത്, അതിൻ്റെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലാപ്രോസ്കോപ്പിൽ കൂടെ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ ട്യൂബ് അറിയുള്ളൂ. അതും ഒരു അച്ചീവബിൾ ഒരു ലെങ്ത്തിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഇൻഫെർട്ടിലിറ്റി ക്യൂർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇൻഫെർട്ടിലിറ്റി സോൾവ് ചെയ്യാൻ പല ഇതാണ്, ഡിപ്പെൻസ് ഓൺ ദ കോസ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മളൊരു ഇനീഷ്യൽ ഇവാലുവേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പം നമുക്ക് മെയിൽസിൽ നിന്ന് തുടങ്ങാം. മെയിൽസിനാണെങ്കിലും കൗണ്ട് കുറയാനുള്ളവർ ഹോർമോൺ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഈസിയാണ് കറക്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ചില ആണുങ്ങൾക്കാണെങ്കിൽ കൗണ്ട് കുറയും, അവർക്ക് അതുമായി അസോസിയേറ്റഡ് ആയിട്ട് വെരിക്കോസീൽ എന്നൊക്കെ പറഞ്ഞ് ചില ഞരമ്പ് തടിപ്പൊക്കെ ഉണ്ട്. അതൊക്കെ സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. പക്ഷെ അതൊക്കെ ഡിബേറ്റബിൾ ആണ്. ഒരുപാട് അത് കൗണ്ട് കൂട്ടണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷെ മാർക്കഡായിട്ട് കൗണ്ട് കുറവുള്ളവർ, 0 കൗണ്ട് അല്ലെങ്കിൽ വളരെ 15 മില്യൺസിൽ വരേണ്ട കൗണ്ട് 10 മില്യന് താഴെയോ 5 മില്യൺ താഴെയോ 1 മില്യൺ താഴെയോ തീരെ കുറവായിട്ടുള്ള കൗണ്ട് ആണെങ്കിൽ IVF പോലുള്ള ചികിത്സയായിരിക്കും അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സ്പേം കണ്ടുപിടിക്കുന്നതാണ് അവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. അതിന് തന്നെ പലതരം സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡയറക്റ്റായിട്ട് സ്പേമിൽ നിന്ന് കുത്തിയെടുക്കുകയും അങ്ങനെ മൈക്രോട്ടീസ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ലേഡീസിനാണെങ്കിലും ഈ പറയുന്ന പോലെ അവരുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ പറഞ്ഞ ഫസ്റ്റ് ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് റിഡക്ഷൻ ആണ് ആദ്യം നമ്മൾ പറയുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് പിന്നീട് ഉണ്ടാവുക. അതുപോലെ മറ്റ് ഡയബറ്റിക്കോ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കറക്ഷൻ നമ്മൾ പറയാറുണ്ട്. ഫീമെയിൽസ് ഇൻഫെർട്ടിലിറ്റിയിൽ അതുപോലെ മെയിനായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. വെയിറ്റ് റിഡക്ഷനും ബാക്കി എക്സസൈസ് ഇൻകോർപ്പറേഷനും ഒക്കെ നമ്മൾ പറയും. അതിനുശേഷം അവരുടെ ഹോർമോണൽ പ്രോബ്ലംസ് ആണെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് അങ്ങനെയുള്ളതൊക്കെ, ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ അത് കറക്ഷൻ പറയും. പിന്നീട് അവരുടെ കോസ് അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ്. ചിലർക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ളവർക്കോ അല്ലെങ്കിൽ PCO പോലുള്ളവർക്കൊക്കെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നല്ലതായിരിക്കും. അതല്ല ചെറിയ ചെറിയ എന്താ പറയുക ഓവുലേഷൻ ട്രബിളൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം അത് ഇഫക്റ്റീവ് ആകുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെപ്പിംഗ് അപ്പാണ്, അടുത്തടുത്തായിട്ട് കയറി പോവുകയാണ്. ചിലപ്പോൾ നമുക്ക് IUI പോലുള്ള പ്രൊസീജിയേഴ്സ് ആവശ്യമായി വരും. സ്പേംസ് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാനൊക്കെ ചിലർക്ക് ഓവുലേഷൻ വിത്ത് IUI ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും എഫക്റ്റീവ് ആയിരുന്നില്ല എങ്കിൽ IVFലോട്ട് പോകേണ്ടി വരും. ചിലർക്ക് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും കുറവുണ്ടെങ്കിൽ ആദ്യം തന്നെ ചിലപ്പോൾ നമ്മൾ IVF സജസ്റ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ കറക്റ്റബിൾ അല്ലാത്ത ട്യൂബൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും IVFലോട്ട് പോയെന്നിരിക്കും.